ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ദീപ്തി വരുണുമായുള്ള പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വിക്രം വേദയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, നീ ഇതിൽ നിന്ന് മാറിയേ പറ്റുള്ളൂ, അതായത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടിയിട്ടുള്ള കേസിൽ നിന്ന് മാറണമെന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയണം, അതൊരിക്കലും സാധിക്കുകയില്ല, അപ്പോൾ നീ എൻ്റെ ഭാര്യയാണ്, ആ നിലയ്ക്ക് നീ മാറുക തന്നെ വേണം. അപ്പോൾ ശ്രീനി സാർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഭാര്യ അതിലോട്ട് ഇടപെട്ട് അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, അത് നിങ്ങളുടെ കാര്യം, പക്ഷേ എനിക്കൊരു ഡിമാൻഡുണ്ട്. നിങ്ങൾ ശ്രീകാര്യം ശ്രീനിവാസമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയണം ഇല്ല എന്ന് പറഞ്ഞിട്ട് വിക്രം ദേഷ്യം വരിക്കണം, അവിടെ നിന്ന് ഗ്ലാസ് എടുത്ത് എറിയുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വേദ പറഞ്ഞു, നിങ്ങൾ വെറുതെ ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങളിപ്പോൾ മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിരിക്കണം, അതുകൊണ്ട് സ്വാമി ശരണം വിളിച്ച് ദേഷ്യമെല്ലാം മാറ്റി ഇട്ടിരിക്കാനായിട്ടൊക്കെ പറയുകയാണ്. പിന്നെ എൻ്റെ അനിയത്തിയുടെ കാര്യം അത് എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, അതിന് വേണ്ടിയിട്ട് വിക്രം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേദ ആ റൂം വിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ദീപ്തിയെ കാണാനായിട്ട് നമ്മുടെ വിശ്വവും ശ്രീജയും കൂടി പോവുകയാണ്. അപ്പോൾ എന്നിട്ട് അവർ ചെന്ന് അവിടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ മോളെ, നീ പോകുന്ന തെറ്റായ വഴിയിൽ കൂടിയാണ്, അപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ വിക്രമായിട്ടുള്ള പ്രശ്നം ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ അവൻ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തതാണ്, ആ സംഭവങ്ങളൊക്കെ നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഞാൻ എന്നെ സ്നേഹിച്ചത്. അപ്പോൾ ചേട്ടൻ്റെ സഹോദരൻ വിക്രമിനും ഉണ്ടായിരുന്നല്ലോ മോശം കാലഘട്ടമൊക്കെ, അപ്പോൾ അതേ കൂടെയല്ലേ എൻ്റെ ചേച്ചി കടന്നു വന്നത്, അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഞാൻ ഇനി ഒരിക്കലും വരുണിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീജയെ നല്ല രീതിയിൽ സംസാരം മോളെ ഒന്ന് മനസ്സിലാക്കുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദീപ്തി ഒരു കാരണവശാലും അതിന് സമ്മതം കൂട്ടാക്കുന്നില്ല. അപ്പോൾ ദീപ്തി ആ ഒരു പ്രണയത്തിൽ ഉറച്ച് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ബൈക്ക് വരികയാണ് വരേണ്ടത്, എന്നിട്ട് ദീപ്തി അതിൽ കയറി പോവുകയാണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീജയും വിശ്വം വന്ന് വേദയോട് പറയുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, നിങ്ങളത് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, വെറുതെ നാണം കെട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവളുടെ സ്വഭാവം അങ്ങനെയാണ്, അപ്പോൾ ഇടിപിടിയെന്ന് എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ അവളെ ഒരുപാട് മാറ്റാൻ ശ്രമിച്ചതാണ്, പക്ഷേ അവൾ മാറില്ല. എനിക്കിപ്പോൾ വിക്രമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഇനി എനിക്ക് പഴിയേക്കേണ്ടി വരുന്ന ഉള്ള ഒരു പ്രശ്നമൊന്നുമല്ല എനിക്കുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവളുടെ ജീവിതം പോയില്ലേ എന്നുള്ള ഓർത്തിട്ടാണ് എനിക്ക് വിഷമം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിശ്വം പറയുകയാണ്, അപ്പോൾ വേദ നീ ഒരു കാര്യം മനസ്സിലാക്കി, എന്തോ ഇതിലുണ്ട്. അപ്പോൾ ദീപ്തി ഇത്ര മാത്രം വരുണിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു മിസ്റ്ററി ഉണ്ട്, അപ്പോൾ നീ അത് കണ്ടെത്താനായിട്ടൊക്കെ ശ്രമിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും കണ്ടെത്തുമെന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേദ ദർശനമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദർശനം പറയാൻ, ഞാൻ ഇന്ന് ശ്രീധരൻ തേരാട്ടിനെ കണ്ടിരുന്നു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദമെല്ലാം വളരെ മികച്ചതാണ്, അപ്പോൾ നീ ഒരിക്കലും ഈ കേസ് പിന്നോട്ട് എടുക്കരുത്, അപ്പോൾ മുന്നോട്ട് തന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോകണം, അപ്പോൾ നിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരിക്കും ഈ കേസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ എനിക്കറിയാം ദർശനം എന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ ഒരു പുതിയ സംഭവം ഉണ്ടായിരിക്കുകയാണ്, അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദർശനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ദർശൻ ചോദിക്കാൻ എന്താണ്, അപ്പോൾ നമ്മുടെ വരുണില്ലേ മറ്റേ വാസവൻ്റെ മകൻ ആ വിക്രാന്ന് തല്ലി ചതച്ച് ആ പയ്യ ആശുപത്രിയൊക്കെ വിട്ടല്ലോ, ഇപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ദീപ്തിയായിട്ടൊരു കണക്ഷൻ ആ പയ്യന് വന്നിരിക്കുകയാണ്, അവളോട് ഞാൻ സംസാരിച്ചു, എത്ര പറഞ്ഞിട്ട് അവൾ അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദർശനം ചോദിക്കുന്നത് നമ്മളെ വിക്രമിനെ ഉൾപ്പെടുത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രമിനെ ഉൾപ്പെടുത്താൻ പറ്റിയതില്ല, ഇപ്പോൾ മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടൊക്കെയല്ലേ, ഇനി എൻ്റെ ഒരു അനിയത്തിയുടെ പ്രശ്നത്തിന് വേണ്ടി വിക്രം ഇനി തല്ലുകൂടുന്നതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ ഒരുവിധം സന്തോഷമായിട്ട് ആ കുടുംബമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിൻ്റെ പേരിൽ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ലെന്ന് പറയുകയാണ്. ഇപ്പോൾ ദർശനം പറഞ്ഞു കൊടുക്കുകയാണ്, അപ്പോൾ നീ എന്തായാലും ഒരു കാര്യം ചെയ്യുക, നീ വാസവൻ്റെ വീട്ടിൽ ചെന്ന കാര്യങ്ങൾ സംസാരിക്കുക, അവിടെ നിനക്കൊരു തീരുമാനം കിട്ടുമെന്ന് അതനുസരിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ദർശനം. അപ്പോൾ എന്തായാലും ഞാൻ പോകാമെന്ന് പറയുകയാണ്. മാത്രമല്ല വിക്രമിനെ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിക്രം ഒരുപാട് ഡിമാൻഡൊക്കെ വെച്ചിരിക്കുകയാണ്, അപ്പോൾ ഞാൻ വാസവൻ്റെ കേസിൽ നിന്ന് മാറണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ദർശനം പറഞ്ഞു കൊടുക്കണം, അത് നീ ഒരിക്കലും മാറരുത്, അപ്പോൾ നിൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് അതൊന്നും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വാസവൻ്റെ വീട്ടിൽ ചെന്ന് സംസാരിക്കാമെന്ന് വേദ പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശിയും ശ്രീജയും കമല എല്ലാവരും കൂടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് സുധാര മാഷ വന്ന് ഉണ്ണിയപ്പെല്ലാം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം വിഷയം വരികയാണ്. അപ്പോൾ ഇന്നത്തെ കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. അപ്പോൾ കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടന്നെന്നും അപ്പോൾ പ്രോഡക്റ്റ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അപ്പോൾ ഇനി കൂടുതൽ സാധനങ്ങൾ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അതെന്തായാലും നല്ല കാര്യമാണെന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുകയാണ്. അപ്പോൾ വിശ്വൻ്റെ കയ്യിൽ 3-4 പൊതികൾ കാണും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ
അത് ശ്രീജ പറയുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ഡ്രസ്സാണ് ശ്രീജ പറയുകയാണ്. എന്നിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്, അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കെല്ലാം. അപ്പോൾ സുധാകരൻ മാഷ് വഴക്ക് പറയുകയാണ്, എന്തിനാണ് മോളെ ഇപ്പോൾ ഇതൊക്കെ വാങ്ങിയത്, കച്ചവടം തുടങ്ങിയല്ലേ ഉള്ളൂ, അതിൻ്റെ ലാഭം കിട്ടിയിട്ട് പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അതല്ല അച്ഛാ, വർഷങ്ങളായിട്ട് എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്ന അച്ഛനാണെന്ന് അറിയാമല്ലോ, അപ്പോൾ ആ ഒരു കടപ്പാട് എനിക്കുണ്ട്, ഞാൻ ഇത് ആദ്യമേ തന്നെ ചെയ്യേണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ഞാൻ ചെയ്തെന്നേ ഉള്ളെന്നൊക്കെ ശ്രീജ പറയുകയാണ്. എന്തായാലും മോളുടെ നല്ല മനസ്സിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ സുധാകരൻ മാഷ് പറയുകയാണ്. അപ്പോൾ വിശ്വം പറയുകയാണ്, ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് കയ്യിലൊരു കവർ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ വെള്ളിയാഴ്ച മോളെ ചെന്ന് വിളിച്ചുകൊണ്ട് വരാം, അപ്പോൾ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് തിങ്കളാഴ്ച കൊണ്ടാക്കാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, എനിക്ക് അടുത്ത ആഴ്ച 2-3 ദിവസം ലീവും കൂടെ എടുത്തോട്ട് നമുക്കൊരു തീർത്ഥാടനം പോകാമെന്നും, അപ്പോൾ എല്ലാവർക്കും ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് സുധാകരൻ മാഷും പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീകാന്തിൻ്റെ അമ്മാവൻ, അതായത് വർഷയുടെ അച്ഛൻ ശ്രീകാന്തെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ ശ്രീകാന്ത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ എന്നിട്ട് ശ്രീകാന്തിനെ വിളിച്ച് വെളിയിൽ വിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ആ പെണ്ണിനെ അറിഞ്ഞുകൂടെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നീയാണ് അങ്ങോട്ട് ചെന്നത്, അവളെ മാളിൽ കാണുമെന്ന് പറഞ്ഞതൊക്കെ നീയാണെന്നാണല്ലോ അവൾ പറഞ്ഞത്, ഞാൻ ഇന്ന് അവളുടെ ഓഫീസിൽ പോയി കണ്ടിരുന്നതെന്നൊക്കെ പറയുകയാണ്. അവളുടെ ഭർത്താവ് അവളായിട്ടുള്ള പ്രശ്നത്തിൽ വന്ന സമയത്ത് നീയാണ് അവൾക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിരുന്നതെന്നൊക്കെയാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ സത്യമാണോ ചോദിക്കണം. അപ്പോൾ ശ്രീകാന്ത് നിന്ന് പരുങ്ങുകയാണ്. എന്നിട്ട് ശ്രീകാന്തിൻ്റെ കോളറിൽ പിടിച്ച് ഒരുപാട് അടിക്കാനുള്ള ആ ഒരു ഭാവത്തെ നിൽക്കുകയാണ്. അപ്പോൾ നീ എൻ്റെ മോളെ വഞ്ചിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കണം. അയ്യോ അച്ഛൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഞങ്ങൾ കല്യാണത്തിന് മുമ്പാണ് പരിചയമായിരുന്നത്, പിന്നീട് അങ്ങനെ പരിചയമൊന്നും ഇല്ലായിരുന്നു, പിന്നെ വർഷ പ്രസവത്തിന് പോയ സമയത്ത് ആ കുട്ടിയാണ് എന്നോട് ഒന്ന് കാണുമെന്ന് പറഞ്ഞ് അങ്ങനെ മാളിൽ വെച്ച് കണ്ടു, പിന്നെ അതിന് ശേഷം ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. പിന്നെ ഫേസ്ബുക്കിലും മറ്റും ഓരോ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ ഒരു ലൈക്ക് കൊടുക്കുക, അത് അത്ര വലിയ തെറ്റാണോ എന്നൊക്കെ പറയുകയാണ്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ മുകളിലുണ്ട്, വെറുതെ അവരെ അറിയിക്കരുത് പ്ലീസ് എന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്